ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കല്ലേ എന്ന് പറയാറുണ്ട്. പക്ഷേ ഐസ് കട്ടയിലും പെയിന്റ് അടിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷ്. ലേ ലഡാക്കിലെ കൈലാസ പർവ്വത താഴ്വരകളിൽ കൊടും ശൈത്യത്തിലും ഐസ് കട്ടയായി മാറിയ പ്രതലത്തിലാണ് ഡാവിഞ്ചി സുരേഷിൻ്റെ 98ാമത്തെ പെയിന്റിംഗ് പൂർത്തിയായത്. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി 70 അടി വലിപ്പത്തിലുള്ള മഹാദേവ ചിത്രമാണ് ഡാവിഞ്ചി സുരേഷ് ഒരുക്കിയത്. ലഡാക്ക് പോലീസിന്റെ പ്രത്യേക അനുമതിയോടെയും സൈനിക ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയുമാണ് ഐസിലെ ഏറ്റവും വലിയ ചിത്രം തീർക്കാനായത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 9-നാണ് ദൗത്യവുമായി ഡാവിഞ്ചി സുരേഷും സംഘവും ലഡാക്കിലെത്തിയത്. കേരളത്തിൽ വരാനിരിക്കുന്ന കൈലാസം മെഡിറ്റേഷൻ ആശ്രമം ആൻഡ് ഗ്ലോബൽ ട്രസ്റ്റാണ് സുരേഷിന് സഹായമൊരുക്കിയത്. നമുക്ക് ലേ ലഡാക്കിലെ ഡിസ്ട്രിക്ട് പോലീസിന്റെ മജിസ്ട്രേറ്റിന്റെ ഒക്കെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെയാണ് നമ്മളിവിടെ ഒരു ചിത്രം വരച്ചത്. നമുക്ക് ഈ ലേ ലഡാക്കിൽ വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാനുള്ള അനുമതി പത്രം കിട്ടണമല്ലോ. അതിന് ഏറ്റവും സഹായമായിട്ടുള്ള എൻ്റെ നാട്ടുകാരനായിട്ടുള്ള കൊടുങ്ങല്ലൂരുള്ള മേജർ ജനറൽ ഡോക്ടർ വിവേകാനന്ദൻ സാറാണ്. അദ്ദേഹം മുഖേനയാണ് ഇവിടുത്തെ പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട അനുമതി പത്രങ്ങളെല്ലാം വാങ്ങിത്തത്. കൈലാസം ഗ്ലോബൽ ട്രസ്റ്റ് പ്രതിനിധി ആചാര്യ ആർ വിശ്വനാഥൻ, ക്യാമറമാൻ സിംബാദ്, സുരേഷിന്റെ മകൻ ഇന്ദ്രജിത്ത്, ഡാവിഞ്ചി എന്നിവരാണ് യാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. എമൽഷൻ സ്റ്റെയിനറുകൾ ഉപയോഗിച്ച -12 ഡിഗ്രി തണുത്ത കാലാവസ്ഥയിൽ ഐസുകട്ടയായി ഉറച്ചു കിടക്കുന്ന പ്രതലത്തിൽ 6 മണിക്കൂർ കൊണ്ടാണ് 70 അടി വലുപ്പത്തിൽ മഹാദേവ ചിത്രം വരച്ചെടുത്തത്. തീയിലും വെള്ളത്തിലും ചിത്രം വരച്ചിട്ടുള്ള ഡാവിഞ്ചി സുരേഷ് ഇപ്പോൾ ഐസ് കട്ടയിലും ചിത്രമൊരുക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ.